മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ മേളാചാര്യൻ തൃപ്പേക്കുളം അച്യുതമാരാരുടെ 12ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൊടകര വിജിൽ മേനോൻ, കൊടകര ഉണ്ണി, അരുൺ പാലാഴി, തൃപ്പേക്കുളം ഉണ്ണിമാരാർ, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, രാജു വാര്യർ, അനിയൻ വാര്യർ, കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അത് ചുരുക്കം ചിലർക്ക് മാത്രമേ ഇതുള്ളൂ. ആ സമയം അച്ഛന്മാരുടെ മേളം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ മേളം തന്നെ 1:59. 2 മണിക്കൂർ തികയാൻ വഴി സാധ്യത കുറവാണ്. കറക്റ്റ് 2 മണിക്ക് അധികം രണ്ടെന്ന് തോന്നിയിട്ടുണ്ടായി. മേള ചക്രവർത്തി എനിക്ക് വിശേഷം മഹാനായ ഒരു കലാകാരൻ. അച്ഛനെ പോലെ തന്നെ അവർ ഒരേ ആ പ്രമാണത്തിൽ അവർ രണ്ടുപേരും ഒരേ കലാകാരികരായിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇപ്പം എല്ലാവരും പറയില്ല കട്ടുമാനം അവരത്രയും പരസ്പരം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട കലാകാരനാണ്. ആ അച്ഛന്മാരുടെ നമ്മുടെ സ്നേഹത്തോടെ വരുന്ന അച്ഛന്മാരുടെ 12ാമത് ചരമവാർഷികമാണ് സ്മരിക്കുന്നത്. 12ാം വാർഷികം 12 കൊല്ലമായിട്ട് അദ്ദേഹത്തിനെ പറ്റി പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ സത്യത്തിലെ നടക്കണമില്ല. എന്നുവെച്ചാൽ അദ്ദേഹം പങ്കെടുത്തിരുന്ന ആ ഒരു കാലഘട്ടം നമ്മൾ പലരും അദ്ദേഹം പങ്കെടുത്തിരുന്ന കാലഘട്ടം നമുക്ക് അറിയില്ല എന്നറിയാം. പിന്നെ പുള്ളി പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടുള്ള അദ്ദേഹം തകിലെടുത്താനായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു മേള കലാകാരൻ വേറൊരു വിഷയത്തിൽ അദ്ദേഹം അത്ര ഒരു പ്രാഗൽഭ്യനാവണമെങ്കിൽ അദ്ദേഹത്തിന് അത്രയും ജ്ഞാനം ഞാൻ മനസ്സിലാക്കിയത്. അതിനോടുള്ള താല്പര്യവും താളജ്ഞാനവും ഉണ്ടെങ്കിൽ ഒരു മേള പ്രമാണിക്ക് മറ്റൊരു വിഷയത്തിൽ നമുക്കത് കേമനാവാൻ പറ്റുള്ളൂ. പിന്നെ എൻ്റെ അനുഭവത്തിൽ ഞാൻ അദ്ദേഹം തകില് കൊട്ടാൻ പറഞ്ഞത് കോമളങ്കരയാണ്. കോമളങ്കര നവരാത്രി കാലത്ത് അവിടെ 9 ദിവസം 11 മാസം. അപ്പം ഞാൻ അത്യാവശ്യം കോമളങ്കരയ്ക്ക് കുട്ടികൾക്ക് പോയി തുടങ്ങി വളരെ നാൾ പോയി തുടങ്ങിയിട്ടുണ്ട്. ക്ഷണിച്ച് ക്ഷണസമിതിയുടെ സദസ്യമായ പിന്നെ നമ്മുടെ സമിതിയുടെ രക്ഷാധികാരി വാമചേതൻ, അച്യുതമാരാരെ കുറിച്ച് ഇപ്പം ഉണ്ണി എല്ലാവരും സ്വാഗതം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിപ്പോൾ കൂടെ ചേട്ടൻ എല്ലാവരും വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ പറയേണ്ട കാര്യമില്ല. എന്നാലും നമുക്ക് അവരെ കൂടെ എനിക്ക് നടക്കാൻ സാധിക്കും. അച്യുതമാരാരോടെയും ഗോപാലന്മാരാര് നാമന്മാരാര് അങ്ങനെയുള്ള അതെന്നെ നമ്മുടെ ഭാഗ്യമായിട്ട് കരുതുന്നു. പ്രമാണിക്കുമ്പോൾ അതൊരു പ്രമാണിയാണ് എന്ന് തോന്നുന്നു. ഒരു പ്രമാണിയാണ്. നമ്മളെന്തുകൊണ്ടും മറ്റാര് അച്യുതമാരാരുടെ അനുസ്മരണം സംഘടിപ്പിച്ചില്ലെങ്കിലും നിശ്ചയമായിട്ടും നിർബന്ധമായിട്ടും സംഘടിപ്പിക്കേണ്ടത് മേളകൾ സംഗീത സമിതിയാണ്. കാരണം ഈ സമിതി 3 വർഷം മുമ്പ് 2010 ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഭദ്രദീപം തെളിയിച്ച അച്യുതമാരാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ 2-3 കൊല്ലത്തോളം അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഒരു മഹാരഥന്മാരെ കൂടെ നമുക്ക് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് തന്നെ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അംഗങ്ങള് ആര് മരിച്ചാലും നമ്മളിവിടെ ആചരിച്ചു ആചരിക്കേണ്ട ആൾക്കാരും ആചരിക്കുന്നവരാണ്. കലാലയത്തിലെ പഠിക്കാൻ പോകുമ്പോൾ കൂടുതലും അച്ഛന്മാരായിട്ട് പറ്റും. ആ ഒരു രീതിയിൽ പിന്നെ നമ്മളൊക്കെ ആ ഒരു പ്രായത്തിൽ അവർക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഈ പുതിയൊരു തലമുറയ്ക്ക് ഒരു പ്രചോദനമാണ്. കലാകാരന്മാരെ നമ്മൾ ആദരിക്കുക, ഓർമ്മിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും നാട്ടുവിശേഷങ്ങൾക്കും നാട്ടുവാർത്ത കൊടകര മട്ടത്തൂർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഫേസ്ബുക്കിലെ ഞങ്ങളുടെ കൊടകരിയം പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും രേഖപ്പെടുത്താനും മറക്കരുത്.